കേരളം ഫലവർഗ്ഗങ്ങളുടെ ഒരു കലവറയാണ്. നമ്മുടെ പരമ്പരാഗത ഫലവൃക്ഷങ്ങളായ ചക്ക, മാങ്ങ, പേര തുടങ്ങിയ വിളകൾക്ക് പുറമേ അടുത്ത കാലത്തായി ധാരാളം പുതിയ ഫലവൃക്ഷങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പരമ്പരാഗത കാർഷിക പരിചരണ മുറകൾ അതിനും ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച്, അതായത് കേരളത്തിലെ ഫലവർഗ കൃഷിയിലെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് കേരള കാർഷിക സർവകലാശാലയിലെ പോമോളജി വിഭാഗം അധ്യക്ഷനായ പ്രൊഫസർ CS ജയചന്ദ്രൻ നായരാണ്. അദ്ദേഹത്തെ ഹാർദമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. എന്താണ് നമ്മുടെ അടുത്ത കാലത്തായി ധാരാളം പുതിയ ഫലവർഗ്ഗങ്ങൾ കേരളത്തിലെ കർഷകർ ദത്തെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതെ, ഏതൊക്കെയാണ് ഈ പുതിയ ഫലവൃക്ഷങ്ങൾ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? പൊതുവേ കേരളീയർക്കുള്ള ഒരു പ്രത്യേക ഗുണവിശേഷമാണ് എപ്പോഴും പുതുമയിലേക്ക് പോവുക എന്നുള്ളത്. അങ്ങനെ വന്ന അവസരത്തിലാണ് ഈ കൃഷി മേഖലയിലും ഈ പുതിയ വിളകളുടെ ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മുടെ പുതിയ വിളകൾ നമ്മൾ കണ്ടെത്തുകയും അവിടെ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തും പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായത്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, നാം വളരെ കുറച്ച് മാത്രം കേട്ടിരുന്ന ഫലവൃക്ഷങ്ങളാണ് റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, ഫിലോസാൻ തുടങ്ങിയ പുതിയ ഫലവൃക്ഷങ്ങൾ. ഇവയെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഒരുമാതിരി എല്ലാ തോട്ടങ്ങളിലെയും ഒരു അംഗമായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല, ആദ്യം തുടക്കത്തിൽ വളരെ ചെറിയ തോതിലാണ് ഇവയെല്ലാം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ അതെല്ലാം വാണിജ്യ പ്രാധാന്യമുള്ള വിളകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതോടൊപ്പം തന്നെ സമതല പ്രദേശങ്ങളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, ഫിലോസാൻ, പാഷൻ ഫ്രൂട്ട് ഇതെല്ലാം പ്രചാരത്തിലെത്തി. അതേസമയം നമ്മൾ ഹൈ റേഞ്ച് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് വളരെ കുറച്ച് മാത്രം കൃഷി ചെയ്തിരുന്ന സ്ട്രോബെറി ഇപ്പോൾ ഒരു വാണിജ്യ വിളയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ പുതിയ ഇനങ്ങൾ, കിവി ഫ്രൂട്ട് തുടങ്ങിയ പല ആ കാലാവസ്ഥയ്ക്ക് യോജിച്ച പല പുതിയ വൃക്ഷങ്ങളും സസ്യങ്ങളും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പുതിയ പുതിയ ഫലവൃക്ഷങ്ങൾ വീണ്ടും വരും എന്ന് വന്നുകൊണ്ടിരിക്കും. അതെല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനുള്ള കേരളീയരുടെ ആ കഴിവിനെയാണ് നമ്മൾ എപ്പോഴും അഭിനന്ദിക്കേണ്ടത്. അപ്പോൾ ഈ റംബുട്ടാനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ധാരാളം ഇപ്പോൾ റംബുട്ടാൻ എവിടെ നോക്കിയാലും കേരളത്തിൽ തെരുവോരങ്ങളിൽ എന്ന് തന്നെ പറയാം, ധാരാളം റംബുട്ടാൻ കാണുന്നുണ്ട്. ഈ റംബുട്ടാന് അനുയോജ്യമായ കാലാവസ്ഥ എന്താണ്? നമ്മുടെ സമതല പ്രദേശങ്ങളിൽ ഇതിന് എത്രത്തോളം സ്യൂട്ടബിളാണ്? ഒരു കമേഴ്ഷ്യൽ ക്രോപ്പ്, ഒരു കമേഴ്ഷ്യൽ ഫ്രൂട്ട് ക്രോപ്പ് എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഒരു സാധാരണ കർഷകന് റംബുട്ടാൻ സാർ അഡ്വൈസ് ചെയ്യുമോ? തീർച്ചയായും നമ്മൾ വിജയകരമായി അത് പരീക്ഷിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഫലങ്ങൾ വളരെ പ്രോത്സാഹജനകമാണ്. റംബുട്ടാൻ ഇപ്പോൾ നമ്മുടെ കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വളരെ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും സമതല പ്രദേശങ്ങളിൽ റംബുട്ടാൻ നന്നായി വളരുന്നുണ്ട്. നല്ല ചൂടുള്ളൊരു കാലാവസ്ഥ അതിനാവശ്യമാണ്. ആ ഈർപ്പവും അന്തരീക്ഷത്തിലെ ആർദ്രതയും ചൂടും ആണ് അതിനെ കേരളത്തിന് യോജ്യമായ ഒരു വിളയാക്കി മാറ്റിയിരിക്കുന്നത്. ഏതാണ്ട് നമുക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 600 മീറ്റർ ഉയരം വരെയുള്ള സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്യാം. എന്നാലും സമതല പ്രദേശങ്ങളായിരിക്കും വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് ഏറ്റവും യോജിച്ചത്. കിവി ഫ്രൂട്ടിനെ പറ്റി പറഞ്ഞു. അതെ, അത് ചോദിക്കുന്നത് ആ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്, ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിലാണ് ഇത് ആദ്യം കണ്ടിരുന്നത്. തീർച്ചയായും ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് സാർ പറഞ്ഞു. അതെ, അപ്പോൾ അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സ് എന്താണ്? കിവി ഫ്രൂട്ട് സാധാരണ ഒരു ശീത മേഖലയിൽ വളരുന്ന ഒരു ഫലമാണ്. ഇത് ഓസ്ട്രേലിയ, കിവി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട ഒരു ഫലമാണെന്നുള്ളത്. അപ്പോൾ കിവി ഫ്രൂട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തി. ഇപ്പോൾ നമ്മുടെ മൂന്നാർ മേഖലകളിലൊക്കെ പഴയതിനേക്കാളും കൂടുതൽ മഞ്ഞ് കിട്ടുന്ന ചില പ്രദേശങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ ആപ്പിള്, അതിനോടൊപ്പം തന്നെ കിവി ഫ്രൂട്ട് കൃഷിക്കാർ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല വില കിട്ടുമെന്നുള്ളത് കൊണ്ട് ഏതാണ്ട് ഒരു കിവി ഫ്രൂട്ടിന് ഏതാണ്ട് 60 രൂപയോളം ഇപ്പോൾ മാർക്കറ്റിൽ വിലയുണ്ട്. ഒരു ഫ്രൂട്ടിൻ്റെ വില നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ 50-60 രൂപ അതിന് വില കിട്ടുന്നുണ്ട്.
അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇത് നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കൃഷി ചെയ്ത് നമ്മുടെ കർഷകർക്ക് ലാഭമുണ്ടാക്കാനും അതേസമയം നമ്മുടെ ആവശ്യങ്ങൾക്ക് വില കുറച്ച് ലഭിക്കാനുമുള്ള സാധ്യതകൾ നമ്മൾ തീർച്ചയായും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഒരുപാട് കർഷകർ ഇപ്പോൾ കിവി ഫ്രൂട്ടിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മളോട് പല സംശയങ്ങൾക്ക് നിവാരണത്തിന് വേണ്ടി വരുന്നുണ്ട്. പലരും ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇത് കൊണ്ടുവന്ന് നമ്മുടെ മൂന്നാർ തുടങ്ങിയ ഹൈ റേഞ്ച് സ്ഥലങ്ങളിൽ വ്യാപകമായി ഇപ്പോൾ കൃഷി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ ഇന്നത്തെ വിഷയം ഈ ഫലവർഗ്ഗ കൃഷിയിലെ പുതിയ പ്രവണതകളാണ്. അതെ, എന്തൊക്കെയാണ് ഈ പുതിയ പ്രവണതകൾ? നമ്മുടെ കാർഷിക സർവകലാശാല തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്ന പാക്കേജസിന് പുറമെ കർഷകർ തന്നെ നേരിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, പുതിയ പ്രവണതകളാണ്. തീർച്ചയായും എന്തൊക്കെയാണ് ആ പ്രവണതകൾ? അതായത് നാം ആദ്യം പറഞ്ഞ കാര്യം, അതായത് പുതിയ വിളകളുടെ തള്ളിക്കയറ്റം അത് ഉണ്ടായിരിക്കുന്നുണ്ട്. രണ്ടാമത് ഈ ഇനങ്ങൾ ഈ ഫലങ്ങളിൽ തന്നെ അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഫലവൃക്ഷങ്ങളിലും പുതിയ ഇനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവയിൽ പലതും നമുക്ക് വളരെ ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റും. ഉദാഹരണമായി പറഞ്ഞാൽ, നേരത്തെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്ന മാവുകളെല്ലാം ഇപ്പോൾ ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. പകരം പിന്നീട് വന്നു അൽഫോൻസോ, നീലം, കാലപ്പാടി, മുണ്ടപ്പ തുടങ്ങിയ ഇനങ്ങൾ. അവയെ കുറേ നാൾ നമ്മൾ കൃഷി ചെയ്തെങ്കിലും ഇപ്പോൾ അതിനേക്കാളും മേന്മയുള്ള ഇനങ്ങൾ നമ്മളിപ്പോൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഉദാഹരണമായി നമ്മുടെ പാലക്കാട് സ്ഥലങ്ങളിലൊക്കെ ജില്ലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്രപാലി, മല്ലിക, അൽഫോൻസോയുടെ ഒരു ഇനമായ അൽഫോൻസയിൽ നിന്ന് ഉരുത്തിരിച്ച ഒരു ഇനമായ രത്ന, ഇവയെല്ലാം ആ ഫലവർഗ്ഗങ്ങളുടെ ഗുണമേന്മ കാരണം കൃഷിക്കാർ കൂടുതൽ സ്വീകരിക്കുകയും അവയെല്ലാം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്ലാവ് തന്നെ എടുക്കാം. പ്ലാവിൽ ഇപ്പോൾ കറയില്ലാത്ത, അതായത് അരക്കാണല്ലോ ഇതിൽ ഏറ്റവും വലിയ വിഷമം. അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നത് അരക്കാണ്. ആ അരക്കില്ലാത്ത ഇനം നമ്മൾക്ക് ഇപ്പോൾ ലഭ്യമാണ്. അത് വളരെയധികം പ്രചരിച്ചിട്ടില്ലെങ്കിലും അത് പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ചെമ്പരത്തി വരിക്ക എന്ന് പറഞ്ഞ ഒരിനം. ചുവന്ന സാധാരണ മഞ്ഞ നിറമുള്ള ചുളകളാണ് ചക്കയിലുണ്ടാവുക. അതേസമയം ചെമ്പരത്തി വരിക്കയുടെ ചുളകളുടെ നിറം ചുമപ്പാണ്. പക്ഷേ അതിന് പണ്ട് മാധുര്യം കുറവായിരുന്നു അന്ന് കിട്ടിയിരുന്ന ഇനങ്ങൾ. ഇപ്പോൾ നല്ല മാധുര്യമുള്ളതും അതേസമയം ഈ ചുവപ്പ് നിറമുള്ളതായ ചെമ്പരത്തി വരിക്ക നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ ഗ്രാഫ്റ്റുകൾ നമ്മുടെ കൃഷി വകുപ്പിൻ്റെയും കാർഷിക സർവകലാശാലയുടെയും കേന്ദ്രങ്ങളിൽ നിന്നും വിപണനം നടത്തി ലഭ്യമാണ്. അതുപോലെ തന്നെ വാഴയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നേന്ത്രൻ ആണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഴയിനം. അതേസമയം നേന്ത്രൻ്റെ കുലകളുടെ വലിപ്പം താരതമ്യേന കുറവാണ്. 10-12 കിലോ ഒരു വലിപ്പം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു വലിയ നല്ല കുലയായിട്ട് കരുതും. പക്ഷേ 6-7 കിലോയുള്ള കുലകൾ മാത്രമേ സാധാരണ കാണാറുള്ളൂ. എന്നാൽ ഈയിടെയായി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെട്ട 2-3 ഇനങ്ങൾ നേന്ത്രൻ്റെ അതേ ഗുണങ്ങളുള്ള ബിഗ് ബാങ്ക, ഞൊക്കോൺ തുടങ്ങിയ പല ഇനങ്ങളും വലിയ കായ്കൾ, വലിയ കുലകൾ എന്നിവയുടെ പ്രത്യേകത കൊണ്ട് നേന്ത്രനോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ളതായിട്ട് നാം കാണുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ശരിക്കും നേന്ത്രവാഴ തന്നെയാണ് അത്. പ്ലാന്റെയിൻസ് എന്ന് പറയുന്ന നേന്ത്രൻ ഉൾപ്പെടുന്ന പ്ലാന്റെയിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന വാഴകളാണ്. കായും കുലയും എല്ലാം കണ്ടു കഴിഞ്ഞാൽ, വളർച്ചയുടെ രീതിയും കണ്ടു കഴിഞ്ഞാൽ നേന്ത്രനോട് വളരെ സാദൃശ്യമുണ്ട്. രുചിയും ഏതാണ്ട് നേന്ത്രനോടൊപ്പം തന്നെ നിൽക്കും. പിന്നെ അത് ചിപ്സ് ഉണ്ടാക്കുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം നേന്ത്രപ്പഴം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുമോ അതേ കാര്യങ്ങൾക്ക് ഇതും ഉപയോഗിക്കാൻ പറ്റും. പിന്നീടുള്ളത് പപ്പയ. പപ്പയ കൃഷിയിൽ നമ്മൾ ഏറ്റവും കാര്യമായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ തൈകൾ വളർന്നു പൊങ്ങി കൈയെത്താത്ത ഉയരത്തിലെത്തുന്നതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ഇത് മിക്കവാറും പക്ഷികൾ തിന്നു പോകുന്നു, മനുഷ്യർക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു വീഴുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയ കുള്ളൻ ഇനങ്ങളുണ്ട്. അതായത് പൂസ ഡോർഫ്, പൂസ നന്ന, ഇതെല്ലാം ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ഇനങ്ങളാണ്. ഇവയെല്ലാം തറയിൽ നിന്നും ഏതാണ്ട് 20-25 സെൻറ്റിമീറ്റർ പൊക്കമാകുമ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങും. അതായത് 25 സെൻറ്റിമീറ്റർ ആവുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അത് കായ് പിടിച്ചു തുടങ്ങും. ഏതാണ്ട് നമ്മുടെ ഒരു 6 അടി പൊക്കം എത്തുമ്പോഴേക്കും അതിൻ്റെ കംപ്ലീറ്റ് കായ്കൾ നമുക്ക് പറിച്ചെടുക്കത്തക്ക രീതിയിൽ അതിൻ്റെ വളർച്ച പൂർണ്ണമാകും. പിന്നെ അതുപോലെ തന്നെ പപ്പയയിലുള്ള വേറൊരു പ്രശ്നം ആൺമരങ്ങളും പെൺമരങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്.
അതേസമയം എല്ലാ മരങ്ങളും കായ്ക്കുന്ന രീതിയിലുള്ള ഇനങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഉദാഹരണമായിട്ട് കൂർഗ് ഹണി ഡ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരിനം നമ്മുടെ കൂർഗ് ഏരിയയിൽ സെൻട്രൽ സർക്കാരിൻ്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ CO7 എന്ന് പറയുന്ന ഇനം, IHRൻ്റെ തന്നെ സൂര്യ എന്ന് പറയുന്ന ഇനം, ഇവയെല്ലാം ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ മരങ്ങളും കായ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ പലതിനും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ CO7-നും സൂര്യയ്ക്കും നല്ല ചുവന്ന കളറിലുള്ള മാംസള ഭാഗമാണുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ആകർഷകം കുറച്ചും കൂടി വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ പല ഇനങ്ങളും ഈ ഫലവൃക്ഷങ്ങളിൽ തന്നെ പല ഇനങ്ങളും നമ്മൾ പുതിയതായിട്ട് ഇവിടെ കൊണ്ടുവരികയും ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നാകട്ടെ വിദേശങ്ങളിൽ നിന്നാകട്ടെ ഇവിടെ കൊണ്ടുവന്ന് കൃഷിക്കാർ അത് സ്വീകരിച്ച് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഈ സീഡ്ലെസ് വെറൈറ്റീസ് ഈ ഫലകൃഷിയിലെ ഒരു ആകർഷണം ഇപ്പോഴുമാണ്. മുന്തിരി, സീഡ്ലെസ് മുന്തിരി. അപ്പോൾ ആ ഒരു വിഷമം ഒഴിവായിക്കൊണ്ട് സീഡ് കടിക്കുമ്പോഴാണ് അതൊരു വിഷമം ഉണ്ടാക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഇതിൽ സീഡ്ലെസ് ആയിട്ടുള്ള ഏതെങ്കിലും വെറൈറ്റീസ് ലഭ്യമാണോ? ഈ പറഞ്ഞ പ്രശ്നം പ്രധാനമായും നമ്മൾ അനുഭവിക്കുന്നത് പേരയിലാണ്. പേരയ്ക്കായിൽ വലിയ വിത്തുകളുണ്ടാവുക, അത് കടിച്ചാൽ പൊട്ടാത്ത വിത്തുകളാവുക, വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണത്. അതേസമയം ഇപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വിത്തില്ലാത്ത ഇനം, പണ്ടൊക്കെ വിത്തില്ലാത്ത ഇനം ഉണ്ടാക്കുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് വിത്തില്ലാത്ത ഇനം പേരകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവയുടെ വിളവ് കുറയും, രണ്ടാമത് കായുടെ വലിപ്പം കുറയും. അതേസമയം ഈ പരിമിതികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്തോനേഷ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ വിത്തില്ലാത്ത ഇനങ്ങൾ പേര ഉണ്ടാക്കി കേരളത്തിൽ ഇപ്പോൾ ലഭ്യമാണത്. ഇത് പല നഴ്സറികളിലും ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാതളത്തിലും ഇതൊരു വലിയ പ്രശ്നമാണ്. സീഡില്ലാത്ത മാതളം എന്ന് പറയാൻ പറ്റില്ല. സീഡ് സോഫ്റ്റ് ആവുക, നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ അതോടൊപ്പം ചവച്ചിറക്കാൻ കഴിയുന്ന രീതിയിലുള്ള മാതളത്തിൻ്റെ പുതിയ ഇനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. റൂബി, ഗണേഷ്, ഇതെല്ലാം ഇന്ത്യയിൽ തന്നെ സാധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഇനങ്ങളാണ്. അതിൽ കൂടുതൽ പ്രചാരം കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി ബാഗുവ എന്ന ഒരിനം മാതളം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിത്തുകൾ വളരെ സോഫ്റ്റാണ്, വളരെ മൃദുവാണ്, നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ചവച്ചിറക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മുന്തിരിയിൽ നേരത്തെ തന്നെ ഉണ്ട്. കുരുവില്ലാത്ത ഇനങ്ങൾ നേരത്തെ തന്നെ ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് ഇനങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി പിന്നെ വിളകളും അതിൻ്റെ വെറൈറ്റീസിനെ കുറിച്ചും അങ്ങ് പറഞ്ഞു. അതെ, പ്രാക്ടീസസ് ഉണ്ടല്ലോ, നമുക്കിത് കൾട്ടിവേഷൻ പ്രാക്ടീസ്, പരിചരണ മുറകൾ. കേരളത്തിലെ ഒരു സമ്പ്രദായം അനുസരിച്ച് നമ്മുടെ പറമ്പിൽ ആകാവുന്നിടത്തെല്ലാം ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ ചെടികൾ നടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സമ്പ്രദായം. ഒരു അടുക്കളത്തോട്ടം സ്റ്റൈലിലാണ് നമ്മൾ പൊതുവെ കൃഷിയെ കാണുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇതിനൊരു സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ, ഇതിനെ ഒരു വരുമാന മാർഗമായിട്ട് തന്നെ കാണുകയാണെങ്കിൽ അതങ്ങനെ പോരാ, അതിനൊരു അടുക്കും ചിട്ടയും വേണം. ഒരു പാക്കേജ് ഓഫ് പ്രാക്ടീസ് നമ്മളത് എടുക്കേണ്ടി വരും. എന്തൊക്കെയാണ് പുതിയ പാക്കേജസ്? പുതിയ പരിചരണ മുറകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പരിചരണ മുറ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് അഥവാ ഈ അടുപ്പിച്ച് നടൽ എന്നുള്ള ഒരു പുതിയ രീതിയാണ്. അതായത് സാധാരണ ഇപ്പോൾ നമുക്ക് മാവ് തന്നെ ഒരു ഉദാഹരണമായി എടുക്കാം. മാവിൻ്റെ സാധാരണ ഒരു 120 മാവോളം ഒരു ഹെക്ടർ, അതായത് 2.5 ഏക്കർ സ്ഥലത്ത് ഒരു 120 മാവും തൈകളാണ് നമ്മൾ പണ്ട് നട്ടു വളർത്തിയിരുന്നത്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ അമ്രപാലി, മല്ലിക തുടങ്ങിയ ഇനങ്ങൾ ഏതാണ്ട് 400-600 മരങ്ങൾ വരെ ഒരു ഹെക്ടർ സ്ഥലത്ത് നമുക്ക് നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നും വിളവ് കൂട്ടാൻ സാധിക്കും. 4 ഇരട്ടിയാകുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം കുറച്ച് ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. ഈ മരങ്ങൾക്ക് കുള്ളൻ സ്വഭാവം ഉണ്ടാകണം, അധികം പന്തലിച്ച് വളരാൻ പാടില്ല. അതിനുവേണ്ടി അതിന് അനുയോജ്യമായ ഗ്രാഫ്റ്റുകൾ ഉണ്ടാക്കണം. അതിന് പ്രത്യേകം മൂലകാണ്ഡങ്ങൾ വേണം. ഉദാഹരണമായി പറഞ്ഞാൽ വെള്ളൈക്കുളമ്പൻ, നീലേശ്വരം ഡോർഫ് എന്നൊക്കെ പറയുന്ന ചില ഇനങ്ങളുടെ തൈകളിൽ ഈ മല്ലികയും അമ്രപാലിയും ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ മരങ്ങൾക്ക് പൊതുവെ വലിപ്പം കുറയും. അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ അതിൻ്റെ കൊമ്പുകൾ കോതി അതിനെ കൂടുതൽ പടരാൻ വിടാതെ വളർത്തിയെടുക്കുന്ന
രീതിയും നമുക്ക് കൂടെ കൊണ്ടു നടക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ചെടികൾ നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ വൃക്ഷങ്ങൾ ഒരു ഏരിയയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയുണ്ട്. 120ഉം 600ഉം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഈ മാങ്ങകളുടെ എണ്ണം സ്വല്പം കുറയാൻ സാധ്യതയുണ്ട്. വലിപ്പം, എണ്ണമല്ല വലിപ്പം. അതേസമയം നമുക്ക് ഇത് രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലെവലിലെത്തിക്കാം. കായകളുടെ വലിപ്പം കുറഞ്ഞാലും അത് മാർക്കറ്റിൽ വിറ്റ് പോകും എന്നുള്ള ലെവലിലുള്ള സൈസിൽ എണ്ണം കൂടുന്നതുകൊണ്ട് 1 ഹെക്ടറിൽ നിന്നുള്ള ഈൽഡ്, അതായത് വിളവ് പല മടങ്ങ് വർദ്ധിക്കും. അത് ശരി. അപ്പോൾ അത് കൃഷിക്കാരന് വളരെ ആദായകരമായി തീരും. രണ്ടാമത് ഇത്തരം മരങ്ങളിൽ മാങ്ങ പറിക്കൽ, അതുപോലെ തന്നെ വിളകൾ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ ഇടകൃഷികൾ ചെയ്യുക, തോട്ടം കിളയ്ക്കുക തുടങ്ങിയ ഇതെല്ലാം യന്ത്രവൽകൃത രീതിയിൽ ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അടുപ്പിച്ച് നടൽ രീതി മാവിൽ മാത്രമല്ല വാഴയിലുമുണ്ട്, മറ്റു ഫലവൃക്ഷങ്ങളിലെല്ലാം തന്നെ വളരെ പ്രായോഗികമാണെന്ന് കണ്ടിട്ടുണ്ട്. ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് എന്ന് പറയും. ഇതോടൊപ്പം തന്നെ പുതിയ ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ കൂലിച്ചെലവ് കുറയ്ക്കുക. ഈ കൃഷിക്ക് വേണ്ടുന്ന ഉൽപ്പാദന ഉപാധികളുടെ അളവ് കുറയ്ക്കുക. അതായത് കൂടുതൽ വെള്ളം വേണ്ടിയിരുന്നിടത്ത് നമുക്കിപ്പോൾ വെള്ളം കിട്ടാനും വെള്ളം വേണ്ട രീതിയിൽ നനയ്ക്കാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞു വരികയാണ്. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ തുള്ളി നന രീതി നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ ഓരോ മരത്തിൻ്റെയും ചുവട്ടിൽ തുള്ളി തുള്ളിയായിട്ട് എല്ലാ സമയവും വെള്ളം വീണുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് വളരെ ലളിതമാണ്. അത് ഇപ്പോൾ ഒരുമാതിരി കൃഷിക്കാർക്കെല്ലാം അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലസേചനത്തിന് വേണ്ട വെള്ളത്തിൻ്റെ അളവ് വളരെ ഗണ്യമായി കുറയുന്നു. ഇസ്രയേൽ തുടങ്ങിയ വെള്ളം തീരെ ലഭ്യമല്ലാത്ത രാജ്യങ്ങളിൽ ഇത് വളരെ വ്യാപകമായി അവർ സ്വീകരിക്കുകയും അത് വളരെ ഫലപ്രദമാണെന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക, വെള്ളം എപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ചെടിയുടെ വളർച്ചയും ഫലനവും കൂടും. കളകളുടെ ആക്രമണം കുറയാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ തുള്ളി നന നടത്തുന്ന സംവിധാനത്തിൽ കൂടെ തന്നെ നമ്മൾ വളങ്ങൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ, വളങ്ങൾ ലയിപ്പിച്ച് ഈ വെള്ളത്തിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ചെടിയുടെ എല്ലാ വളർച്ചയുടെ സമയത്തും അതിനാവശ്യമായ വളം അതിന് കിട്ടിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ നാം ഉപയോഗിക്കുന്ന വളത്തിൻ്റെ അളവ് വളരെ ഗണ്യമായി കുറയ്ക്കാനും സാധിക്കും. വേസ്റ്റേജ് കുറയും. ഇതുകൊണ്ട് തന്നെ കൃഷിക്കാർക്ക് കൂലിച്ചെലവിൽ വളരെ ഗണ്യമായ ലാഭമുണ്ടാകും. അതോടൊപ്പം നമ്മൾ കൊടുക്കുന്ന വളം വളരെ ഫലപ്രദമായി സസ്യത്തിന് ഉപയോഗിക്കാനും സാധിക്കും. അത് ഫെർട്ടിഗേഷൻ എന്നാണ് ഈ രീതിയെ പറയുന്നത്. ഫലവൃക്ഷങ്ങളിലും മറ്റു വിളകളിലും വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം, പച്ചക്കറികളിൽ ഉപയോഗിക്കാം. ഒരുമാതിരി എല്ലാ വിളകൾക്കും വളരെ സ്വീകാര്യമായി കണ്ടിട്ടുള്ള ഒരു നല്ല രീതിയാണ് ഈ തുള്ളി നനയും അതോടൊപ്പമുള്ള ഫെർട്ടിഗേഷനും. ഈ ഒരുപാട് മടങ്ങ് ഈൽഡ് കൂടുന്നതായിട്ട്, ആദായം കൂടുന്നതായിട്ട് നമ്മുടെ പെരുമാട്ടിയിലും മറ്റും കർഷക സംഘങ്ങൾ തന്നെ യോജിച്ച് ഈ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്ന പുതിയ ടെക്നിക്കുണ്ട്. അതായത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് വരുന്നത് നമ്മൾ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിൻ്റെ എന്തൊക്കെ അവിടെ നമുക്ക് ലഭ്യമാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലാണ്. നമ്മുടെ മണ്ണിൽ എത്ര വളമുണ്ട്, ചിലപ്പോൾ ചില വളങ്ങളുടെ അളവ്, നൈട്രജൻ്റെ അളവ് കൂടുതലായിരിക്കാം. അത് കണക്കാക്കി നമ്മൾ നടുന്ന വിളകൾക്ക് കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ലാഭമുണ്ടാക്കാം. വെള്ളത്തിൻ്റെ അളവ് ചില സ്ഥലങ്ങളിൽ കൂടുതലായിരിക്കാം, ചില സ്ഥലങ്ങളിൽ കുറവായിരിക്കാം. അതനുസരിച്ച് നമുക്ക് കൃഷി രീതികളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ ഒരു പ്രദേശത്ത് ഇന്ന രീതിയിലുള്ള കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്, അത് ഇന്ന വിളകൾ നടാൻ യോജിച്ചതാണ്, മറ്റ് ചില വിളകൾ അവിടെ നടാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലെത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വളരെ കൃത്യമായ കൃഷി, ഒരു കൃഷി എന്ന് തന്നെ ഈ പ്രിസിഷൻ ഫാമിങ്ങിനെ പറയാം. ഇതിനെ ബേസ് ചെയ്തായിരിക്കും, ഇതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ വളപ്രയോഗവും മറ്റ് സകല കൃഷിമുറകളും പരിശോധിക്കുന്നത്. വളരെ ഇഫക്റ്റീവാണ്. വളരെ വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പുതിയ
കൃഷി രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ്. കൂലിച്ചെലവ് കുറയ്ക്കുന്നതും അതോടൊപ്പം തന്നെ ആദായം കൂട്ടുന്നതും ഇതിൻ്റെ ഒരു വളരെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. പിന്നെയുള്ളത് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ എന്ന് നമ്മൾ പറയും. അതായത് പ്രതികൂലമായ കാലാവസ്ഥകളെ തടുത്തു നിർത്തി നമ്മൾ കൃത്രിമമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അതിനകത്ത് ഫലങ്ങൾ വളർത്തിയെടുക്കുന്ന രീതി. ഇത് വലിയ വൃക്ഷങ്ങൾ ആയി വളരുന്ന മാവ്, പ്ലാവ് അതുപോലെ വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം നമുക്ക് തണ്ണിമത്തൻ, സ്ട്രോബെറി തുടങ്ങിയ പല ഫലവൃക്ഷങ്ങളും അതോടൊപ്പം തന്നെ പലതരം പച്ചക്കറികൾക്കാണ് ഈ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ്റെ സാധ്യത കൂടുതലുള്ളത്. അതോടൊപ്പം തന്നെ പുഷ്പകൃഷിയിലും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മഴയുണ്ടാകുന്ന സമയത്ത് ഈ ഫലങ്ങൾ ചീഞ്ഞു പോകാൻ, ചെടികൾ ചീഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഈ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ പോളി ഹൗസുകൾ പോലത്തെ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അതിനകത്താണ് കൃഷി നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് കൃഷി നടത്തുമ്പോൾ രോഗകീടങ്ങളെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കാം. അതേസമയം ഈ മഴ കൊണ്ട് കായ്കളും പൂക്കളും എല്ലാം നശിച്ചു പോകുന്നതും കൊഴിഞ്ഞു പോകുന്നതുമായുള്ള പ്രശ്നങ്ങൾ വളരെയധികം ഒഴിവാക്കാൻ പറ്റും. പിന്നെ ശൈത്യമേഖലാ രാജ്യങ്ങളിൽ ചില സമയങ്ങളിൽ ചില വിളകൾ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. ഉദാഹരണമായി പറഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും അവർക്ക് ഈ കൊല്ലത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവശ്യമായ ചില പച്ചക്കറികളാണ് ടൊമാറ്റോ, പിന്നെ വെള്ളരി, അതുപോലത്തെ നമുക്കൊരു ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതെ, ഹലോ. നമസ്കാരം സാർ. നമസ്കാരം. ആരാണ്? ജയകുമാറാണ്, കണിയാപുരത്ത് നിന്ന്. ചോദിക്കണം. ജയകുമാർ ചോദിച്ചു. പഴവർഗ്ഗങ്ങള് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരുന്ന ആ പഴവർഗ്ഗങ്ങളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എല്ലാ വീടുകളിലും ഇതിനൊരു പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള സർക്കാർ തലത്തിൽ എന്തെങ്കിലും പദ്ധതികൾ നമ്മുടെ കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്നുണ്ടോ? പദ്ധതികളെ പറ്റിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. കൃഷിഭവൻ വഴി കൃഷിഭവനുകളിൽ നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ എന്തെങ്കിലും ആവിഷ്കരിക്കാൻ അങ്ങനെ ഉണ്ടോ? പദ്ധതികൾ എന്തെങ്കിലും? നമ്മൾ ആദ്യമായി കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത് പച്ചക്കറി തുടങ്ങിയ വിളകളിലായിരുന്നു. അവിടെ ആയിരുന്നു നമുക്ക് പ്രധാനമായും മറ്റു സംസ്ഥാനങ്ങളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വന്നിരുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റി വേണം. അതുകൊണ്ട് ആദ്യം നമ്മൾ പച്ചക്കറി കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഇതേ രീതിയിലുള്ള പുതിയ പാക്കേജുകൾ നമുക്ക് ഫലവൃക്ഷങ്ങളുടെ കാര്യങ്ങളിലും സർക്കാർ ആലോചിച്ച് വരുന്നുണ്ട്. പല പരിപാടികളും അടുത്ത സമീപകാലത്ത് തന്നെ പുതിയ പദ്ധതികൾ ഈ മേഖലയിൽ ഉണ്ടാകും. ജയകുമാർ ചോദിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഈ സാറി പറഞ്ഞ പുതിയ പ്രവണതകൾ ഇതിനു വേണ്ടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണോ? അതാണ് ചോദിക്കുന്നത്. നിലവിലുണ്ടോ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുമോ എന്നാണ്. നമ്മൾ സാധാരണ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ 1-2 മരങ്ങൾ വീട്ടുവളപ്പിൽ നട്ടു വളർത്തുന്നവർക്ക് ഇതൊക്കെ സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ഒരു 4-5 ഏക്കറോ 10 ഏക്കറോ ആയിട്ട് കൃഷി ചെയ്തപ്പോൾ മാവും തോട്ടങ്ങൾ വളരെ വിപുലമായി പാലക്കാട് ഏരിയ ഇപ്പോൾ കേരളത്തിൻ്റെ മാംഗോ പ്രൊഡക്ഷൻ സെൻ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പല കൃഷിക്കാരും ഈ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ അടുപ്പിച്ച് നടീൽ രീതി, പുതിയ ഇനങ്ങളുടെ ഇൻട്രൊഡക്ഷൻ, അതായത് രത്ന, അമ്രപാലി, മല്ലിക തുടങ്ങിയ ഇനങ്ങൾ കൊണ്ടുവന്ന് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിൽ ഡ്രിപ്പ് ഇറിഗേഷനും ഫെർട്ടിഗേഷനും സഹിതം കൃഷി ചെയ്യുന്ന ഒരുപാട് തോട്ടങ്ങൾ ഇപ്പോഴുണ്ട്. അതിന് ഗവൺമെൻറ് വളരെ കാര്യമായ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യാൻ ഉള്ള ടെക്നിക്കലായിട്ടുള്ള ഉപദേശങ്ങൾ കിട്ടാൻ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്ഥാപനങ്ങളായ അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ മുൻകൈ എടുക്കുന്നുണ്ട്, റെയ്ഡ്കോ മുൻകൈ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലെ ജെയിൻ ഇറിഗേഷൻകാർ ഇതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം വിദഗ്ധോപദേശവും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ധനസഹായവും കൊണ്ട് ഒരുപാട് കർഷകർക്ക് ഈ രീതിയിലുള്ള വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. മാവിൽ അത് വളരെ പ്രകടമായി കാണാം. നമ്മുടെ ഇന്നത്തെ സമയം ഏതാണ്ട് അതിക്രമിച്ചിരിക്കുകയാണ്. കൂടുതൽ പ്രേക്ഷകർക്ക് കൂടുതൽ സംശയങ്ങൾ എപ്പോഴും ഡോക്ടർ ജയചന്ദ്രൻ നായരെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിലാസം ഇനി പറയുന്നു. ഡോക്ടർ CS ജയചന്ദ്രൻ നായർ, പ്രൊഫസർ ആൻഡ് ഹെഡ്, പോമോളജി ഡിപ്പാർട്ട്മെൻറ്റ്, കാർഷിക കോളേജ്, വെള്ളായണി, തിരുവനന്തപുരം. ടെലിഫോൺ നമ്പർ 98 47 63 17 54. ഇന്നത്തെ ഈ ചർച്ച
വളരെ പ്രയോജനകരമായിരുന്നു, വളരെ രസകരവുമായിരുന്നു. കാരണം വളരെയധികം ആൾക്കാർ ഈ പുതിയ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതിനോടൊപ്പം പുതിയ പ്രവണതകൾ സ്വീകരിക്കുകയാണ്. ഇതേക്കുറിച്ച് വിശദമായി സംസാരിച്ച അങ്ങേക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമ്പൂർണ്ണ ജൈവ പഞ്ചായത്തുകൾക്ക് അവാർഡ്. കേരോത്പാദക സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യാം. കണിക ജലസേചന സൗകര്യത്തിന് ധനസഹായം. വാർത്തകൾ വിശദമായി. 2015 ഓഗസ്റ്റ് മാസത്തിനകം സമ്പൂർണ്ണ ജൈവ പഞ്ചായത്താകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 3 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം രൂപ എന്ന ക്രമത്തിൽ സമ്മാനങ്ങൾ നൽകുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുക്കുന്ന 200 പഞ്ചായത്തുകളിൽ കാർഷിക കർമ്മസേന രൂപീകരിക്കുന്നതിനുള്ള കൃഷി ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ശില്പശാല ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചതാണ് ജൈവ പഞ്ചായത്തുകൾക്കുള്ള അവാർഡ് വിവരം. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ നാളികേര സംസ്കരണത്തിനും നീര ഉൽപാദനത്തിനുമായി കേരോത്പാദക സംഘങ്ങൾ രൂപീകരിച്ചു വരുന്നു. ചുരുങ്ങിയത് കായ്ക്കുന്ന 10 തെങ്ങെങ്കിലുമുള്ള കർഷകർക്ക് അപേക്ഷ നൽകാം. ശരാശരി 4000 മുതൽ 5000 തെങ്ങുകളെങ്കിലും ഓരോ കേരോത്പാദക സംഘത്തിന്റെയും പ്രവർത്തന പരിധിയിൽ ഉണ്ടായിരിക്കണം. എറണാകുളത്ത് മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റിനൊപ്പം നിശ്ചിത അപേക്ഷാ ഫോറത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിശദവിവരങ്ങൾ ലഭ്യമാകാൻ കൊച്ചിയിലെ നാളികേര വികസന ബോർഡുമായി ബന്ധപ്പെടാം. ഫോൺ 0484 2377266. ദേശീയ ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കാൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ധനസഹായം നൽകുന്നു. ഇതനുസരിച്ച് ടിഷ്യൂ കൾച്ചർ വാഴകൃഷിക്ക് 37,500 രൂപയുടെ ധനസഹായം ലഭിക്കും. പരമാവധി 4 ഹെക്ടർ വരെയുള്ള സ്ഥലത്ത് ടിഷ്യൂ കൾച്ചർ വാഴകൃഷിക്കാണ് ധനസഹായം അനുവദിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0471 233 0857. 15 വർഷത്തിലധികം വിളവ് തരുന്ന ദീർഘകാല വിളയാണ് കുരുമുളക്. കുരുമുളകിന് താങ്ങുമരങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും ഉചിതമാണ് കോറൽ മരം എന്നറിയപ്പെടുന്ന മുരുക്ക്. എന്നാൽ മുരുക്കിനെ വേരുതീനി പുഴു, നീമാവിരകൾ എന്നിവ ആക്രമിക്കുന്നു. കേരളത്തിൽ ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇത് വ്യാപകമാണ്. എന്നാൽ ശീമമുരുക്ക് എന്ന ഇനം പ്രതിരോധശേഷിയുള്ള താങ്ങുമരമാണ്. ശീമമുരുക്കിൽ കുരുമുളക് വള്ളികൾ എളുപ്പത്തിൽ പടർന്നു കയറും. ശീമമുരുക്കിന്റെ നടീൽ വസ്തുക്കൾ ലഭ്യമാകുന്നതിന് വിളിക്കാവുന്ന ഫോൺ നമ്പർ 099 86 909405. വിള പരിപാലനത്തിന് ആവശ്യമായ മൂലകങ്ങൾ വിവിധ വളങ്ങളായി മണ്ണിൽ നൽകുകയാണ് പതിവ്. എന്നാൽ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ ചെറിയ കണികകളായി ഇലകളിലൂടെ പ്രതലത്തിൽ നൽകുന്ന ആധുനിക സമ്പ്രദായമാണ് പത്രപോഷണം. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജുമായി ബന്ധപ്പെട്ടാൽ പത്രപോഷണ രീതിയെക്കുറിച്ച് അറിയാം. ഫോൺ നമ്പർ 9495 548768. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സൂക്ഷ്മ ജലസേചന പദ്ധതി പ്രകാരം കണിക ജലസേചന സൗകര്യമൊരുക്കുന്നതിന് ധനസഹായം നൽകുന്നു. മത്തൻ, വെള്ളരി, പയർ, കുമ്പളം, ചുരയ്ക്ക തുടങ്ങിയവയുടെ കൃഷിക്ക് 23,360 രൂപയും മറ്റു പച്ചക്കറി വിളകൾക്ക് ഏക്കറിന് 40,000 രൂപയുമാണ് ധനസഹായം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0471 233 0857. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,500 രൂപ, കോഴിക്കോട് 16,000, തൃശൂർ 14,700. കൊപ്ര കൊച്ചി 9,720, കോഴിക്കോട് 10,450, തൃശൂർ 9,890.
കുരുമുളക് അൺഗാർബിൾ 70,300, കുരുമുളക് ഗാർബിൾ 73,300. ചുക്ക് മീഡിയം 21,000, ചുക്ക് ബെസ്റ്റ് 23,000. മഞ്ഞൾ സേലം 6,700, മഞ്ഞൾ ഈറോഡ് 7,000. അടയ്ക്ക പുതിയത് 21,500-നും 22,500-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,500 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,700 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,300, റബ്ബർ RSS 4 ഗ്രേഡ് 11,800. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 14,500 രൂപ, കൊപ്ര 9,720 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾ 70,300, കുരുമുളക് ഗാർബിൾ 73,300. ചുക്ക് മീഡിയം 21,000, ചുക്ക് ബെസ്റ്റ് 23,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 21,500, 22,500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250-നും 280-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 470-നും 510-നും മധ്യേ. ജാതിപത്രി 750-നും 800-നും മധ്യേ. ഗ്രാമ്പു 1,000 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 11,500 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,700 രൂപ, ഒട്ടുപാൽ 7,750, ലാറ്റക്സ് 7,300. കമ്പോള അവലോകനം. അനുകൂല കാലാവസ്ഥ ലഭ്യമായതോടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് സജീവമായി. കാർഷിക മേഖലകളിൽ നിന്നുള്ള പുതിയ ലാറ്റക്സ് വരവ് ഉയർന്നെങ്കിലും വ്യവസായിക ഡിമാൻഡ് കുറവാണ്. ലാറ്റക്സ് 6 വർഷത്തെ താഴ്ന്ന വിലയായ 73 രൂപയിലാണ്. കുരുമുളക് സീസൺ അടുത്തെങ്കിലും സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് നീക്കം കുറച്ചതിനാൽ ഈ വാരം ഉൽപ്പന്നത്തിന് മെച്ചപ്പെട്ട വില ഉറപ്പുവരുത്താനായി. അതേസമയം ഉത്തരേന്ത്യയിൽ വിദേശ കുരുമുളകിന്റെ വരവ് തുടരുന്നു. പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞു. കൊപ്രക്ഷാമം മുൻനിർത്തി മില്ലുകാർ കാര്യമായി എണ്ണ വിൽപ്പനയ്ക്ക് ഇറക്കിയില്ല. പ്രമുഖ ലേലകേന്ദ്രങ്ങളിൽ ഏലക്ക വില നേരിയ റേഞ്ചിൽ കയറിയിറങ്ങി. ചുക്ക് മഞ്ഞൾ ജാതിക്ക വിലകളിൽ മാറ്റമില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.1 25, കൊച്ചി 32.6 24.4, ആലപ്പുഴ 32.3 24, പുനലൂർ 33.2 22.5, തിരുവനന്തപുരം 31.7 23.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.